നമസ്കാരം സാർ. നമസ്കാരം 24 അർജുൻ, നമസ്കാരം. മണിക്കൂർ സമയമാണ് ട്രംപ് ഇറാന് നൽകിയിട്ടുള്ളത്. അതിനുള്ളിൽ ഇറാനെ ചുട്ടരിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇറാൻ ഇപ്പോൾ യുദ്ധത്തിന് അവസാനിപ്പിക്കാനുള്ള സന്നദ്ധത അറിയിച്ചിട്ടുമുണ്ട്. അതായത് ഇന്നലെ ട്രംപ് കൊടുത്ത അന്ത്യശാസനമായിരുന്നു അത്. അന്ത്യശാസനം കൊടുത്തിരുന്നത് 24 മണിക്കൂറൂടെ, ആദ്യം 48 മണിക്കൂറായിരുന്നു, പിന്നെ അത് 24 മണിക്കൂറായിട്ട് കുറഞ്ഞു വന്നു. അതായത് ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം 5:30 മുമ്പായിട്ട് ഹോർമുസ് കടല് കടലെടുക്ക് തുറന്നില്ല എന്നുണ്ടെങ്കിൽ ഇറാൻ സർവനാശം, ഇറാൻ എന്നൊരു രാജ്യമേ ഉണ്ടാകത്തില്ല, ആ രാജ്യത്തെ കുറിച്ച് അങ്ങ് മറന്നേക്കൂ എന്നാണ് പറഞ്ഞത്. അത്ര വലിയ ഭീഷണിയാണ്. അപ്പൊ അതിനോടൊപ്പം തന്നെ അവരുടെ വൈസ് പ്രസിഡന്റ്, അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ഇടയ്ക്ക് ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ കയ്യിലുള്ള ചില പ്രത്യേകതര ആയുധങ്ങൾ ഉപയോഗിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതുകൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ലോകം ആശങ്കപ്പെട്ടത്. പ്രത്യേകതര ആയുധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാമല്ലോ, അവർ 1945 പ്രയോഗിച്ച സാധനം അണുബോംബ് വല്ലോ ആറ്റം ബോംബ് വല്ലോ ആണെന്നൊക്കെ ഉള്ള ഭയം വന്നുപോയി. ഒരു രാജ്യം സമ്പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുക എന്നുള്ള പ്രസ്താവന വന്നു കഴിഞ്ഞപ്പോൾ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒരേപോലെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ലോകം പോയത്. അപ്പൊ ഇന്ന് രാവിലെ 5:30 മണിയാകുന്നതിന് വേണ്ടി ലോകം കാത്തിരിക്കുക. ഇന്ത്യൻ സമയം 5:30 മണിയാണ്. 5:30 മണിക്ക് ഇവരെന്ത് ചെയ്ത് കളയും, അണുബോംബിടുമോ, ഭയാശങ്കകളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ ആകാംക്ഷയുടെ ഒരു പിരിമുറുക്കമായിരുന്നു. പക്ഷെ പിന്നെ ട്രംപ് പറഞ്ഞതായതുകൊണ്ട് അങ്ങനെ ആർക്കും പിന്നെ കുറച്ചൊക്കെ ആളിരുന്നു, ഇതൊക്കെ ഒരു വെരിട്ട അഭ്യാസങ്ങളൊക്കെയാണെന്ന് പറഞ്ഞു. പക്ഷെ അതല്ലാതെ ചില ബോംബിംഗ് ഒക്കെ നടന്നിരുന്നു. അവരുടെ പ്രധാനപ്പെട്ട കാർഗ് ഐലൻഡില്, കാർഗ് ദ്വീപ സമൂഹത്തില് അവരുടെ എണ്ണശേഖരത്തിന് സമീപത്തൊക്കെ ചില ബോംബിങ്ങുകളും ചില പാലങ്ങളും ചില റെയിൽ പാലങ്ങളും ഒക്കെ തകർക്കുകയൊക്കെ ചെയ്തു. ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചപ്പോഴാണ് ലോകം ഭയന്നു പോയത്. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. പക്ഷെ അതിന്റെ ചില സൂചനകൾ പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കുന്ന ഒരു രീതിയിൽ, അതായത് 2 ആഴ്ചത്തേക്ക് ഒരു വെടിനിർത്തൽ കരാർ എന്നും പറഞ്ഞിട്ടാണ് ഇന്ന് രാവിലെ നമ്മൾ ലോകം കേൾക്കുന്നത്. വൈറ്റ് ഹൗസിൽ നിന്ന് വന്ന റിലീസ് അങ്ങനെയാണ് പറയുന്നത്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലും അദ്ദേഹം കുറിച്ചിട്ടുണ്ട്. 2 ആഴ്ചത്തേക്ക് ഇറാനെ ഒന്നും ചെയ്യത്തില്ല, സമാധാന ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഈ സമാധാന ചർച്ച നടത്തുന്നത് പാകിസ്ഥാനാണ്. പാകിസ്ഥാന്റെ സൈനിക ഭരണാധികാരികളുടെ മേൽനോട്ടത്തിൽ സമാധാന ചർച്ചകൾ, അതായത് 10 നിർദ്ദേശങ്ങൾ ഇറാൻ വെച്ചിട്ടുണ്ട്. 10 നിർദ്ദേശങ്ങളോട് ചിലര് ഇറാൻ പറയുന്നത് അങ്ങനെ 10 ഒന്നുമില്ല, ആകെ 5 ഇനങ്ങൾ മാത്രമേ ഉള്ളൂ. അത് അംഗീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ യുദ്ധങ്ങള് ഇനിയിപ്പോ ശാശ്വതമായിട്ട് അവസാനിപ്പിക്കാം. അപ്പൊ ശാശ്വതമായിട്ട് യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ഇറാന്റെ ഒരു കണ്ടീഷൻ. പിന്നെ യുറേനിയം സമ്പുഷ്ടീകരണമാണ് മറ്റേതൊന്ന്. പിന്നെ ഹോർമുസ് കടലെടുക്കുക, ഇങ്ങനെയൊക്കെ ചില പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. ഇതിനകത്തൊക്കെ ഈ 2 ആഴ്ചക്കകം എങ്ങനെ ഇതിനകത്തൊരു ധാരണ ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ച് ആർക്കും ഒരു ധാരണയില്ല. പക്ഷെ എന്തായാലും 2 ആഴ്ചത്തേക്ക് യുദ്ധം ഇനിയിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആക്രമണം നിർത്തുമെന്നാണ് പറഞ്ഞത്. ആക്രമണവും ഉണ്ടാകത്തില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് രാവിലെ കണ്ടില്ലേ, ലോക മാർക്കറ്റ് ശ്രദ്ധിച്ചു നോക്കുക. $110 മുകളിൽ എണ്ണവില ഒറ്റയടിക്ക് തലയും കുത്തി താഴേക്ക് ഇഞ്ഞ് പോരുന്നു. ഇപ്പൊ $94 എണ്ണ കച്ചവടം ചെയ്യുന്നത്, എണ്ണയുടെ ക്രൂഡിന്റെ വിപണി വരുന്നത്. സ്വർണ്ണവില ഉയർന്നിരിക്കുന്നു. ലോകത്തുള്ള ആഗോള ഓഹരി വിപണികളെല്ലാം കുതിച്ചുയർന്നിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വലിയ മാറ്റം ലോകത്ത് വലിയൊരു മാറ്റം അത് ഉണ്ടാക്കി. അപ്പൊ ചിലര് പറയുന്ന ട്രംപിന്റെ ഒരു അഭ്യാസമാണെന്നാണ് പറയുന്നത് ഇത്തരം കാര്യങ്ങൾ. എണ്ണ വിലയും ഈ കമ്പോള സ്റ്റെബിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ലോക കമ്പോളം സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് ഇയാൾ ചെയ്യുന്ന ഒരു തന്ത്രവുമാണെന്നാണ് പറയുന്നത്. എന്തായാലും വലിയ മാറ്റമാണ് ലോക കമ്പോളത്തിൽ ഉണ്ടായിരുന്നു, വലിയൊരു ആശ്വാസം ഉണ്ടായി. പക്ഷെ ഇതിനെ സംബന്ധിച്ച് ചില സൂചനകൾ ഇന്നലെ തന്നെ വന്നിരുന്നു. കാരണം ട്രംപ് പിന്മാറുമെന്നൊക്കെ ഉള്ളൊരു മട്ടില് ഒരു ചെറിയ സൂചന വരാൻ കാരണം എന്ന് പറഞ്ഞാല് UN ഇതിനെ സംബന്ധിച്ചൊരു പ്രമേയം വന്നിരുന്നു. UN പ്രമേയം വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഹോർമുസ് കടലെടുത്ത് തുറന്നു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് 15 രാജ്യങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. 15 രാജ്യങ്ങളിലേതായിട്ട് പ്രമേയം വന്നിരുന്നു. അതിൽ 11 രാജ്യങ്ങൾ അനുകൂലിച്ചു. അതിനെ ഇറാനോട് ആവശ്യപ്പെടുകയാണ് നിങ്ങളിത് തുറന്നു കൊടുക്കണമെന്നുള്ളത്. നമ്മളിതിനകത്ത് അഭിപ്രായങ്ങളൊന്നും പറഞ്ഞില്ല. ഇത്തരം കാര്യങ്ങൾ നമ്മൾ അങ്ങനെ വ്യക്തമായിട്ട് തുറക്കണ്ടെന്നോ നമ്മളൊന്നും പ്രത്യേകിച്ച് പറഞ്ഞില്ല. പക്ഷെ നമ്മുടെ ആവശ്യം അതായിരുന്നു. അത്തരം കാര്യങ്ങൾ നമ്മൾ എഴുതി നൽകിയിട്ടുണ്ട്, അത്തരം കാര്യങ്ങൾ. പക്ഷേ ഈ പ്രമേയം വോട്ടെടുപ്പിന് വന്നു കഴിഞ്ഞപ്പോഴാണ് റഷ്യയും ചൈനയും അവരുടെ തനിനിറം കാണിച്ചത്. ലോകത്തിലെ വലിയ സൂപ്പർ പവർ, അമേരിക്കയെ പോലെ തന്നെ സൂപ്പർ പവറാണ് രണ്ടുപേരും, അല്ലേ? അവര് രണ്ടുപേരും എന്ത് ചെയ്ത് കളഞ്ഞു? ഈ പ്രമേയത്തെ വീറ്റോ ചെയ്ത് കളഞ്ഞു. അതായത് ഹോർമുസ് കടലെടുക്ക് ഇറാൻ നിരുപാധികം തുറന്നു കൊടുക്കണം എന്നുള്ള ആ പ്രമേയത്തെ റഷ്യയും ചൈനയും വീറ്റോ ചെയ്തു. എന്ന് പറഞ്ഞാൽ ട്രംപിനോട് എന്താണ് പറഞ്ഞത്? ഇയാള് നമ്മൾ പറയത്തില്ല, കഴിഞ്ഞ ദിവസം രേവന്ത് റെഡ്ഡി തെലങ്കാന മുഖ്യമന്ത്രി വന്ന് കേരള മുഖ്യമന്ത്രിയോട് പറഞ്ഞതുപോലെ, പോ മോനെ ദിനേശ എന്ന് പറഞ്ഞതുപോലെ
റഷ്യയും ചൈനയും ട്രംപിനോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, പോമോനെ ട്രംപേ അല്ലേ, പോമോനെ ട്രംപേ അത്തരം ഉം. കളികളൊന്നും ഇയാൾ ഗൾഫ് രാജ്യങ്ങളിൽ കയറി കളിക്കണ്ട. ഞങ്ങൾക്കറിയാം നിങ്ങള് അമേരിക്ക ലോകത്തിന്റെ വലിയ ശക്തിയാണെങ്കിൽ ഞങ്ങൾ അതിനേക്കാളും വലിയ സൂപ്പർ പവേഴ്സ് ആണ് അല്ലേ. റഷ്യയും ഉം. ചൈനയും ചേർന്ന് കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഒരു സംഘടിത ശക്തി ഒന്ന് ആലോചിച്ച് നോക്കി. അവർക്ക് റിസോഴ്സസ് ഉണ്ട്, സൈനിക ശക്തിയുണ്ട്, സാമ്പത്തിക ശക്തിയുണ്ട്, എല്ലാ തരത്തിലും അതിശക്തൻ അതിഭീമന്മാരാണ്. അതുകൊണ്ട് അത്തരം അമേരിക്കയുടെ സർവാധിപത്യം ഒന്നും ഇവിടെ നടപ്പാകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞതുപോലെയുള്ള ആ പോമോനെ ദിനേശ കേട്ട് കഴിഞ്ഞപ്പോഴേ ട്രംപിന് ഏതാണ്ട് രോഗം മനസ്സിലായിരുന്നു എന്നാണ് ഇപ്പൊ നിരീക്ഷകന്മാരൊക്കെ പറയുന്നത്. അവര് ആ പ്രമേയം വീറ്റോ ചെയ്തതോടുകൂടി ട്രംപ് താഴെ പത്തി മടക്കി എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇപ്പൊ ചർച്ചകളിലേക്ക് വരുന്നു. ഇന്നിപ്പം ആക്രമണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഗൾഫ് രാജ്യങ്ങളിലേക്കൊന്നും, അല്ലെ GCC രാഷ്ട്രങ്ങളിലോ പശ്ചിമേഷ്യയിലേക്കൊന്നുള്ള പ്രത്യാക്രമണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഇതിനകത്തിലെ ഒരു സംശയം നിലനിന്നത് പിന്നീട് ഇസ്രായേൽ എന്ത് ചെയ്യുമെന്നുള്ളത്, അതൊരു വലിയ സംശയമായിട്ട് നിലനിന്നിരുന്നു. കാരണം അത് സംശയിക്കത്തക്ക ഒരു കഥാപാത്രം ഇസ്രായേൽ, നെതന്യാഹു എന്ത് പറയുമെന്നുള്ളതാണ്. ഇപ്പൊ ട്രംപ് എന്തെല്ലാം തരത്തിൽ ഏകപക്ഷീയമായിട്ട് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞാലും എന്ത് പ്രഖ്യാപനം നടത്തി കഴിഞ്ഞാലും അതിനകത്ത് വലിയ വാല്യൂ ഉണ്ടാകത്തില്ല. കാരണം ഇസ്രായേൽ അടങ്ങിയിരിക്കണം. ഇസ്രായേലിനാണല്ലോ ഇപ്പൊ അവിടെ രാജ്യം മാറ്റിയെടുക്കുക, ഭരണം മാറ്റിയെടുക്കുക എന്നുള്ള ചുമതല. അതിന്റെ ആ താല്പര്യത്തോടു കൂടി വന്നത്, അതായത് ഇറാനെ ഇല്ലാതാക്കാൻ വേണ്ടി വന്നത് ആള് ഇസ്രായേലാണ്. അപ്പൊ ഇസ്രായേലിന്റെ നിലപാടിനെ കുറിച്ച് വലിയ സംശയമായിരുന്നു. അപ്പൊ ആ സംശയം അതൊന്നും മാറിയിട്ടുണ്ട്. നെതന്യാഹുവിന്റെ പ്രസ്താവന വന്നിട്ടുണ്ട്. അവരും ഇനിയിപ്പോ തൽക്കാലം ഈ പറയുന്ന അമേരിക്ക പറയുന്നത് പോലെ കേട്ട് അടങ്ങിയിരിക്കാം, പ്രത്യാക്രമണത്തിനൊന്നും ഇപ്പൊ നിൽക്കുന്നില്ല, അല്ലെ ആക്രമണത്തിന് തന്നെ നിൽക്കുന്നില്ല. അപ്പൊ തൽക്കാലത്തേക്ക് ഇങ്ങനെ പോകട്ടെ, ശാന്തമായ ഒരു അന്തരീക്ഷം പോകട്ടെ എന്നാണ് അവരും പറയുന്നത്. പക്ഷെ ഇവർ ഈ പറയുന്നതിനെ ഒന്നും നമ്മൾ പറയത്തില്ലേ, ഒന്നും നമ്മൾ വിശ്വസിക്കാനൊക്കത്തില്ല. ഇപ്പൊ ഇന്നിപ്പോ പറഞ്ഞത് ഈ മണിക്കൂറിലത് ചിലപ്പോൾ സംഭവിച്ചില്ല എന്നിരിക്കാം. പക്ഷെ നാളെ രാവിലെ ഈ സമയത്ത് അവരെന്ത് കാണിക്കും നമുക്കൊന്നും പറയാനൊക്കത്തില്ല. അതാണ് ഇസ്രായേലിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. ഇപ്പൊ ലെബനൻ ആ അറ്റാക്ക് നിർത്തത്തില്ല എന്നും പറയുന്നുണ്ട്. അപ്പൊ ട്രംപ് ഇപ്പൊ അവിടെ നിന്നൊക്കെ വിട്ട് രസകരമായി മറ്റൊരു മൂഡിലേക്കാണ് പറയുന്നത്, ഞാനിപ്പോ അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനമൊക്കെ ഒഴിയാൻ പോവുകയാണ്, അല്ലെങ്കിൽ അത് ഒഴിഞ്ഞു കഴിഞ്ഞാൽ, അമേരിക്ക ഒഴിയാൻ പോകാന്നല്ല, ഒഴിഞ്ഞു കഴിഞ്ഞാല് ഞാനിപ്പോ ഒരു രാജ്യം പിടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, വെനിസ്വേല എന്ന് പറഞ്ഞൊരു രാജ്യം. എനിക്ക് കുറച്ചുനാൾ അവിടെ ഭരിച്ചാൽ കൊള്ളാമെന്ന് വലിയ ആഗ്രഹം. അവിടെ വലിയ സമ്പത്തുള്ള രാജ്യമാണല്ലോ, അവിടെയും ഭരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു മാനസികാവസ്ഥയിലാണ് അദ്ദേഹം ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവരെ വിശ്വസിക്കാനൊക്കത്തില്ല. എന്തായാലും 2 ആഴ്ചത്തേക്ക് ലോകത്തുള്ള മനുഷ്യന്മാർക്ക് സമാധാനമായി എന്നുള്ളതാണ് ഈ പ്രസ്ഥാനം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം.